ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ വാർത്തയിലേക്ക്. രാഹുൽ രാജിവെക്കുമെന്ന് KPCC ഹൈക്കമാൻഡിനോട് KPCC അധ്യക്ഷൻ അറിയിച്ചിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുക. സ്വാതി, വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് KPCCയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലാകെ തന്നെ മുതിർന്ന നേതാക്കളടക്കം രാഹുലിൻ്റെ രാജി ആവശ്യം സമ്മർദ്ദമാക്കി പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു. KPCC അധ്യക്ഷൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു, രാജിയുണ്ട്. തീർച്ചയായും സിജു, ഇപ്പോൾ KPCC അധ്യക്ഷൻ ഇത് സംബന്ധിച്ച്, അതായത് രാഹുൽ രാജിവെക്കണം, ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല മുതിർന്ന നേതാക്കളടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക്. ഒരു സംശയം, അതായത് ഇപ്പോൾ ഹൈക്കമാൻഡ് KPCCയോട് ആവശ്യപ്പെടുകയായിരുന്നു, അതോ സണ്ണി ജോസഫ് അങ്ങോട്ട് കയറി പറയുകയായിരുന്നു? നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് AICC തന്നെ KPCCക്ക് ശക്തമായ നിർദ്ദേശം നൽകി, രാജിവെക്കണം, ഉചിതമായ തീരുമാനം KPCC കൈക്കൊള്ളണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ സണ്ണി ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് രാജിയിലേക്ക് തന്നെയാണ് കാര്യങ്ങളെന്ന്? ഇപ്പോൾ രാജിവെക്കണം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളൊരു നിലപാട്, KPCCയുടെ നിലപാട് അത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത്. അതായത് സംസ്ഥാനത്തടക്കം നിരവധി നേതാക്കൾ രാഹുലിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെയും മുൻനിർത്തി നോക്കുമ്പോൾ രാജി ഇപ്പോൾ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചില്ല എങ്കിൽ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം നേതൃത്വത്തിന് ഏറ്റെടുക്കാൻ കഴിയില്ല, മറിച്ച് KPCCക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അതെല്ലാം തന്നെയും ഹൈക്കമാൻഡിന്റെ ചുമലിലേക്ക് വരും എന്നുള്ള കാര്യം സൂചനയാണ് ഇപ്പോൾ സണ്ണി ജോസഫ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്നുള്ളൊരു നിലപാട് തന്നെയാണ് KPCCക്കുള്ളത്. അതിൽ AICC ഉടൻ തീരുമാനം അറിയിക്കണം എന്ന നിലയിലാണ് സണ്ണി ജോസഫ് ഈ വിഷയം ഹൈക്കമാൻഡുമായി ചർച്ച ചെയ്തിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇത് സംബന്ധിച്ച വിവരം രാവിലെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഉടൻ രാജിവെക്കണമെന്ന ആവശ്യത്തിലാണ് ഇപ്പോൾ KPCC ഉറച്ചു നിൽക്കുന്നത്. അത് അധ്യക്ഷൻ തന്നെ നേരിട്ട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ ഘടകകക്ഷികൾ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട UDFന്റെ ഘടകകക്ഷികൾ അടക്കം രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. നിരവധി മുസ്ലിം ലീഗിന്റെ അടക്കം നേതാക്കൾ ഇന്ന് മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ദില്ലിയിലുണ്ട്. അവരുടെ എല്ലാം പ്രതികരണം തേടുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ഉടൻ രാജിവെക്കേണ്ടത് ധാർമ്മികതയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാജിവെച്ച് മാറി നിൽക്കണമെന്നുള്ള ആവശ്യം ഘടകകക്ഷികൾ അടക്കം ഉയർത്തുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിരോധത്തിലേക്ക് KPCC പോവുകയാണ്. ആ നിലപാട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ രാജി ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട്. അത്തരത്തിൽ വലിയ സമ്മർദ്ദം KPCCക്ക് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യം വിശദമായി ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് KPCC ഇപ്പോൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതായുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സമ്മർദ്ദവും വലിയ രാഷ്ട്രീയ പോരിലേക്ക് ഇത് പോകുന്നുണ്ട്. കാരണം നേതൃത്വത്തിനുള്ളിൽ തന്നെ ഭിന്ന അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ച് വരുന്നു. മുതിർന്ന നേതാക്കൾ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണം നേരിടുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി MLA ആയി തുടരാൻ യോഗ്യനല്ല എന്നുള്ള നിലപാട് മുതിർന്ന നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ ഹൈക്കമാൻഡുമായി ഇക്കാര്യം ധരിപ്പിച്ചതായുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. സിജു, സ്വാതി, സ്വാഭാവികം നമുക്കറിയാം കർണാടകത്തിലെ പ്രജ്വൽ രേവണ്ണയുടെ കേസ്, അതിനെതിരെ കോൺഗ്രസ് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ അറിയാവുന്നതാണ്. സ്വാഭാവികമായും ഈ വിഷയങ്ങൾ കൂടി AICCയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കർണാടകത്തിലെ പ്രജ്വൽ രേവണ്ണയ്ക്ക് സമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവിടെ ഉയർന്ന ആരോപണങ്ങളും. അതുകൊണ്ട് തന്നെ മറിച്ചൊരു നിലപാടെടുക്കാൻ AICCക്ക് കഴിയുകയില്ല. അങ്ങനെ ഒരു നിലപാടെടുത്താൽ ദേശീയ തലത്തിൽ തന്നെ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. സ്ത്രീകളോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം ഇതാണോ? ഇങ്ങനെയാണോ ഒരു MLA പെരുമാറുന്നത്? കോൺഗ്രസ് MLA ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരാണ്, കുടപിടിക്കുന്നവരാണ് നേതൃത്വമെന്ന് വന്നാൽ സംസ്ഥാനത്തെ KPCC മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ആ പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാകണം കർശനമായ നിർദ്ദേശം ഇവിടെ KPCCക്ക് നൽകിയത്. തീർച്ചയായും സിജു, ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ തന്നെ മുന്നിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ ഉൾപ്പെടെയുള്ള ആളുകളുടെ നിലവിൽ നേരിട്ട ആരോപണങ്ങളൊക്കെ തന്നെയും വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ സംസ്ഥാന നേതൃത്വം കാണുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയും വരാനിരിക്കെ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ മുതിർന്ന നേതാക്കളുടെ ഒക്കെയും വാക്കുകൾ പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെയൊക്കെയും വാക്കുകൾ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധിയായിട്ടുള്ള പരാതികൾ വരുന്ന സാഹചര്യത്തിൽ അതിനെ ഗുരുതരമായി തന്നെ കാണണമെന്നുള്ള നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതേസമയം തന്നെയും കഴിഞ്ഞ ദിവസം VD സതീശൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ
ആദ്യഘട്ടത്തിൽ രാഹുലിനോടൊപ്പം നിലയുറപ്പിച്ചെങ്കിൽ പോലും വലിയ സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കണം, അതിനെപ്പറ്റി ആലോചിക്കുകയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത്. ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടത്. ചില സൂചനകൾ വരുന്നത് ഉടൻ തന്നെ രാജി പ്രഖ്യാപിക്കും ഹൈക്കമാൻഡ് എന്നുള്ള സൂചനകളാണ്. എങ്കിൽ പോലും അതിപ്പോൾ സ്ഥിരീകരിക്കാനായിട്ടില്ല. എന്നാൽ KPCC കൃത്യമായ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആൾ ഇനി നേതൃത്വത്തിൽ തുടരുന്നത് അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം കോൺഗ്രസിന്റെ മുഖച്ഛായയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രാജി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യമാണ്. രാഹുൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ട സാഹചര്യമാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് KPCC എത്തിയിട്ടുണ്ട്. ഇക്കാര്യം കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. KC വേണുഗോപാൽ മാത്രമാണ് ഇപ്പോൾ ദില്ലിയിലുള്ളത്. KC വേണുഗോപാലുമായി ഇത് സംബന്ധിച്ച സണ്ണി ജോസഫ് അടക്കം ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ആണ് ലഭിക്കുന്നത്. അതോടൊപ്പം വനിതാ നേതാക്കളടക്കം കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കൾ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. രാഹുൽ രാജിവെച്ച് മാറി നിൽക്കുന്നതാണ് മര്യാദ ഈ ഘട്ടത്തിൽ എന്നുള്ള നിലപാട് അവരെല്ലാം സ്വീകരിക്കുന്നതോടെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫ് ഈ വിഷയത്തിൽ രാജി വെക്കാൻ ആവശ്യപ്പെടണം AICC എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഹൈക്കമാൻഡിനോട് അറിയിച്ചിട്ടുണ്ട്. സിജു.